நீலா காய்கிறது, நேரம் தேய்கிறது, யாரும் ரசிக்கவில்லையே, இந்த கண்கள் மட்டும் உன்னை കാണും. ഹലോ യൂട്യൂബ്, എല്ലാവർക്കും ലൈക്ക് ഇടുകൊണ്ട് മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കേട്ട ഈ സോങ്ങിൻ്റെ റീവർബ് ഡിലേ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വീഡിയോ ആണ്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ഒരു ഓഡിയോ മിക്സിംഗ് സംബന്ധമായ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കൂടാതെ ഈ ഒരു മിക്സിംഗ് കാര്യങ്ങൾ, എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൂടി ഈ ഒരു ചാനലിനെ സജസ്റ്റ് ചെയ്യുക. ഓക്കെ, അവരെ കൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ സോങ് നേരത്തെ കേട്ടു. ഞാൻ ഇതിൻ്റെ വോക്കൽ മാത്രം ഒന്ന് കേൾപ്പിക്കാം. நீலா காய்கிறது, நேரம் தேய்கிறது, யாரும் ரசிக்கவில்லையே, இந்த கண்கள் மட்டும் உன்னை കാണും. ഓക്കെ, ഈ ഒരു റിവർബ് ഡിലേ ശ്രദ്ധിച്ചാൽ അറിയാം, നല്ല നമുക്ക് ഒരു സ്റ്റീരിയോ ഫീൽ ഉണ്ട്. അതേപോലെ നമ്മുടെ വോക്കലിന് നല്ല ഡെപ്ത് ഉണ്ട്, നല്ലൊരു സ്വീറ്റ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ഡിലേ സെറ്റ് ചെയ്തിരിക്കുന്നത് വാൽഹല്ല എന്ന് പറയുന്ന പ്ലഗിൻസിലാണ് ഇത് രണ്ട് ഡിലേയും റിവറും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഏത് സോഫ്റ്റ്വെയറിലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് റിവർബ് ഡിലേ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നത് ഒരു റീവർബ് ഞാൻ സെൻഡ് വഴി ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം അതിൽ കൊടുത്തിരിക്കുന്ന എഫക്ട്സ് ഞാനൊന്ന് കാണിക്കാം. ഇവിടെ വാൽഹല്ല എന്ന് പറയുന്ന നമ്മുടെ ബണ്ടിലിൽ വരുന്ന ഡിലേയും റീവർബുമാണ് രണ്ടും യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഒരു സെൻഡ് വഴി ഒരു റീവർബ് സെറ്റ് ചെയ്തു. റീവർബ് എന്ന് ആ ട്രാക്കിന് പേര് കൊടുത്തു. ഇവിടെ ട്രാക്കിൻ്റെ വോളിയം ഞാൻ 0യിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ട്രാക്കിൻ്റെ വോളിയം ഫീഡർ ഞാൻ കൺട്രോൾ ചെയ്തിട്ടാണ് ഇവിടെ 0യിലാക്കിയിട്ടിട്ട് എഫക്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് നമ്മുടെ ഫീഡർ, വോളിയം ഫീഡർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വാൽഹല്ല വിൻറ്റേജ് വെർബാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ മോഡ് ബ്രൈറ്റ് മോഡ് കൊടുത്തിട്ടുണ്ട്, ബ്രൈറ്റ് ഹോൾ കൊടുത്തിട്ടുണ്ട്, കളർ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ മോഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി നിങ്ങളുടെ ഇഷ്ടമുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ബ്രൈറ്റ് ഹോളാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അതാണ് ചൂസ് ചെയ്യാം. പ്രീസെറ്റ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് വോക്കൽ ഹോൾ എന്ന് പറയുന്ന പ്രീസെറ്റാണ്. അത് ഹോളിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ വോക്കൽ ഹോൾ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇത്രയും ഓപ്ഷൻസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നുണ്ട്. മിക്സ് വോളിയം 100% ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ പ്രീ ഡിലേ 8 ms ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ DK ഞാൻ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. 2.17 സെക്കൻഡ്സിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മാറ്റം വന്നിരിക്കുന്നത് EQയിൽ ഹൈ കട്ട് 6310 ഹെഡ്സിലാണ്, 6310 ഹെഡ്സിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലോ കട്ട് 310 ഹെഡ്സ് വരെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഓപ്ഷൻസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രീസെറ്റും കാര്യങ്ങളും നോക്കി സെറ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുമ്പത്തെ വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ റീവർബിന് നമ്മൾ EQ സെറ്റ് ചെയ്യുന്നു. അപ്പം അതേപോലെ ഒരു EQ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു സോഫ്റ്റ്വെയറിൽ തന്നെ സ്റ്റോക്ക് EQ ആണ്. ഇനി നിങ്ങൾക്ക് ഏത് EQ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് തേർഡ് പാർട്ടിയുള്ള ഫിൽറ്ററിൻ്റെ EQ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ക്യൂബേസിലാണ് ചെയ്യുന്നതെങ്കിൽ ക്യൂബേസിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു EQ പ്ലഗിൻസ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസി അവിടെ എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ நீலா காய்கிறது, நேரம் தேய்கிறது, ഞാൻ ഈ ഒരു ഞാനൊരു മിനിറ്റ് ഇതൊന്ന് രണ്ടും ഡിസേബിൾ ചെയ്യാം. റിവർബും ഡിലേയും ഞാൻ ആദ്യം ഡിസേബിൾ ചെയ്യാം, എന്നിട്ട് റിവർബ് മാത്രം കേൾപ്പിക്കാം. நீலா காய்கிறது, நேரம் தேய்கிறது, யாரும் ரசிக்கவில்லையே. ഓക്കെ, വളരെ സ്ലൈറ്റായിട്ടുള്ള ഒരു റീവർബ് ഫീൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാരണം ഓൾറെഡി ഞാൻ ഡിലേ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു സ്റ്റീരിയോ ഫീലും അതേപോലെ തന്നെ അതിനൊരു റീവർബ് ഫീലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊരു മുൻകൂട്ടി ഞാനത് കൊടുക്കാൻ വേണ്ടി തന്നെ റീവർബ് ഒന്ന് ജസ്റ്റ് വളരെ സ്ലൈറ്റായിട്ടുള്ള ഒരു റീവർബ് ഫീലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ
180 ഹെഡ്സിൽ നമ്മൾ അതിൻ്റെ ബേസ് ടോൺ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഹൈ ഫ്രീക്വൻസി നമ്മൾ ഏകദേശം 8100 ഹെഡ്സിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമ്മുടെ ഒരു ഏകദേശം 1K to 2Kയിൽ ചെറുതായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മിഡ് ടോൺ ഒന്ന് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് 1K to 2K നമ്മൾ ചെറുതായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ബൈപ്പാസ് ചെയ്ത് കേൾപ്പിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ഓഫ് ചെയ്തു, കേൾപ്പിക്കാം. நிலாக்காய்கிறது நேரம் தேய்கிறது யாரும் ഓൺ ചെയ്യാം. நிலாக்காய்கிறது நேரம் தேய்கிறது யாரும் ரசிக்கவில்லையே இந்த கண்கள் மட்டும் உன்னை காணும். ഓക്കെ, അപ്പം നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ റീവർബിൻ്റെ വോളിയം നമ്മളിവിടെ സെറ്റ് ചെയ്യാണ്. അപ്പം ഞാനിത് ഡൗണിലേക്ക് കുറയ്ക്കുന്നു. ഇപ്പം റിവർബ് ഫീലില്ല. സോ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്തതിന് ശേഷം ആവശ്യമുള്ള ഫീലിലേക്ക് ആവശ്യമുള്ള റിവർബ് എഫക്റ്റ് ഇവിടെ ഫെയ്ഡർ യൂസ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാണ്. நீலாக்காய்கிறது நேரம் தேய்கிறது யாரும் ரசிக்கவில்லையே இந்த സോ നമുക്ക് ഡിലേ നോക്കാം. ഡിലേയിൽ ഞാൻ നേരത്തെ റിവർബ് സെറ്റ് ചെയ്ത പോലെ തന്നെ ഒരു സെൻഡ് വഴി സെറ്റ് ചെയ്തിട്ടുണ്ട്. വോളിയം 0 കൊടുത്തിട്ടുണ്ട്. ഡിലേ എന്ന് ഒരു ട്രാക്കിന് പേര് കൊടുത്തിട്ടുണ്ട്. ആ ഡിലേയിലെ ഫെയ്ഡറാണ് ഇവിടെ. അത് ഞാൻ നേരത്തെ റീവർബ് സെറ്റ് ചെയ്ത പോലെ തന്നെ വോളിയം കേട്ടതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പം അതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ വാൽഹല്ലയുടെ തന്നെ ഡിലേ പ്ലഗിനാണ്. ഓക്കെ, ഇതിൽ മോഡ് എടുത്തിരിക്കുന്നത് ടേപ്പ് മോഡാണ്. ഇവിടെ ഫ്യൂച്ചർ മോഡാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് പ്രീസെറ്റ് ഡീഫോൾട്ട് പ്രീസെറ്റ് തന്നെയാണ്. വാൽഹല്ല ഡിലേ എടുക്കുന്ന സമയത്ത് പ്രീസെറ്റ് ഡീഫോൾട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് 35.4% അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റൈൽ ഡ്യുവൽ മോഡിലാണ്. ഡ്യുവൽ മോഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീൽ, ആ ഒരു സ്റ്റീരിയോ ഫീലിലേക്കാണ് നമ്മുടെ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഡിലേ ലെഫ്റ്റ് റൈറ്റ് രണ്ട് നമുക്ക് ഓപ്ഷൻ സെപ്പറേറ്റ് ഉണ്ട്. അത് ഏകദേശം ലെഫ്റ്റ് ചാനൽ ഞാൻ 300 ms സെറ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡ് 493 മില്ലി സെക്കൻഡ്സിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ മില്ലി സെക്കൻഡ്സിലേക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാം. ഇനി നോട്ട് വൈസ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോട്ട് വൈസ് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു ഓപ്ഷനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഫീഡ്ബാക്ക് 41.2. ഇനി ഫീഡ്ബാക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡിലേ കേൾക്കുന്ന ആ ഒരു ഫീഡ്ബാക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. വിഡ്ത്ത് നമുക്ക് ആ ഒരു സ്റ്റീരിയോ ഫീലിൻ്റെ ആ ഒരു ഡെപ്ത് ഫീലാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു വൈഡ് ഫീലാണ് ഉദ്ദേശിക്കുന്നത്. സോ വിഡ്ത്ത് ഞാൻ 60.2% സെറ്റ് ചെയ്തിരിക്കുന്നത്. കളർ ഡ്രൈവ് ഏകദേശം 0.6 dB മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ EQ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഓൾറെഡി മറ്റേതിൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു EQ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയും മാത്രമാണ് ഡിലേയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡിലേക്ക് ഞാൻ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഏകദേശം ഒരു 250 ഹെഡ്സിൽ ഒരു EQ ആഡ് ചെയ്തതിന് ശേഷം 250 ഹെഡ്സിൽ നമ്മുടെ ഫ്രീക്വൻസി കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെയും ഏകദേശം 7600 ഹെഡ്സിൻ്റെ ആ ഒരു റേഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, ഹൈ ഫ്രീക്വൻസി കട്ട് ചെയ്തിട്ടുണ്ട്. സോ വേറെ പ്രത്യേകിച്ച് എഫക്റ്റുകളോ കാര്യങ്ങളൊന്നും വേറെ എക്സ്ട്രാ ബൂസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇനി ഡിലേ നമ്മൾ നേരത്തെ പോലെ തന്നെ ഡിലേയുടെ ട്രാക്ക് ഫെയ്ഡർ 0 ഇട്ടതിന് ശേഷം ആവശ്യത്തിന് നമ്മൾ ഡിലേ സെറ്റ് ചെയ്യാണ്. நீலாக்காய்கிறது நேரம் தேய்கிறது யாரும் ரசிக்கவில்லையே இந்த கண்கள் மட்டும் உன்னை காணும். ഓക്കെ, ഈ ഒരു സോങ് ഓൾറെഡി നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിലേ ഫീൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ സോങ്ങിന് നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. நீலாக்காய்கிறது நேரம் தேய்கிறது யாரும் ரசிக்கவில்லையே இந்த கண்கள் மட்டும் உன்னை காணும். தென்றல் போகின்ற
சோலை சிரிக்கின்றது யாரும் சுகிக்கவில்லையே. சின்ன கைகள் மட்டும் உன்னை தீண்டும். காற்று வீசும் வெயில் காயும் காயும் அதில் மாற்றமேதுமில்லையே. வானும் மண்ணும் நம்மை வாழச் சொல்லும் அந்த வாழ்த்து ஓயவில்லை. என்றென்றும் வானில் நீலா காய்கிறது, நேரம் தேய்கிறது, யாரும் ரசிக்கவில்லையே. இந்த கண்கள் மட்டும் உன்னை കാണും. ഓക്കെ ഗൈസ്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സെറ്റപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കമൻറ്റ് ബോക്സിൽ നല്ല അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.